എന്താ ലേറ്റ് ആയത്? ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചു. അത് ശരി. അപ്പൊ അമ്മയും മോളും കൂടി ഡോക്ടറെ കാണാനെന്നുള്ള വ്യാജനെ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയതല്ലേ? ഡോക്ടറെ കണ്ടില്ലെന്ന് ബിപിയോട് ആരാ പറഞ്ഞേ? അല്ല, ഡോക്ടറെ കാണാൻ പോയതിന്റെ വിശേഷമൊന്നും അറിയണ്ടേ ബിപിക്ക്? അതിപ്പോ നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? പറയടോ. ബിപി, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ബിപിയുടെ മോള് തിരിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ ഒരു കുഴപ്പവും ഇല്ല. ഈ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടി മാത്രം. അപ്പോ മോളെ, അമ്മ പറഞ്ഞ സത്യമാണോ? എനിക്ക് അച്ഛനത് വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം. നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ പെണ്ണായി തന്നെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം അച്ഛാ. താങ്ക് യു അപ്പോ, താങ്ക് യു സോ മച്ച്. അച്ഛൻ ഒരുപാട് സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു പെണ്ണായി ജീവിക്കാൻ ശ്രമിക്കുമെന്ന്? ശ്രമിച്ചാൽ പോരാ, മോക്കത് സാധിക്കണം. മനസ്സുണ്ടായാൽ മതി. നിന്നെ കൊണ്ടത് വളരെ ഈസിയായി സാധിക്കും അപ്പൂ, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു മറുപടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ മോക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കരുതിയിരുന്നു ഞാൻ. ദാ, ഇതെന്റെ അപ്പൂട്ടിക്ക്. ആ, അപ്പൊ ഗിഫ്റ്റ് അവൾക്ക് മാത്രമേ ഉള്ളൂ? എന്താ അപ്പോ അച്ഛൻ്റെ വക സമ്മാനം? അത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സാ. മോള് പോയി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. അച്ഛൻ ഈ വേഷത്തിൽ നിന്നെ ഒന്ന് കാണട്ടെ. ഇപ്പൊ വേണോ അച്ഛാ? ഞാൻ പിന്നെ ഇട്ടോളാം. ഏയ്, അത് പറ്റില്ല. ഈ ഡ്രസ്സിൽ ഏറ്റവും അടുത്ത നിമിഷം എനിക്ക് എന്റെ മോളെ കാണണം. അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ? ചെല്ലേ, ഞാനൊന്ന് കാണട്ടെ. പോയിട്ടോ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗീത. തല്ലിക്കൊന്നാലും തന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് വാശി പിടിച്ച് നിന്നവളെ എത്ര പെട്ടെന്നാണ്, എത്ര സിമ്പിളായിട്ടാണ് താൻ മാറ്റിയെടുത്തത്. എന്ത് മാജിക്കാണോ താൻ അവളിൽ പ്രയോഗിച്ചത്? ശരിക്കും മാജിക് തന്നെയാ ബിപി. ഒരു വീടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, അതിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പെറ്റമ്മയുടെ കൺകെട്ടി വിദ്യ. യെസ്, ഞാനും അത് അംഗീകരിക്കുന്നു. VP എന്ന അച്ഛനും അധ്യാപകനും മോട്ടിവേറ്ററും തോറ്റുപോയെടുത്താണ് ഗീതാലക്ഷ്മി എന്ന പെറ്റമ്മയും വീട്ടമ്മയും വിജയിച്ചിരിക്കുന്നത്. റിയലി യു ആർ എ ഗ്രേറ്റ് മദർ. താൻ രക്ഷിച്ചത് അപ്പുവിനെ മാത്രമല്ലോടോ, എന്നെയും നമ്മുടെ ഈ വീടിനെയും കൂടിയാണ്. ഹാറ്റ്സ് ഓഫ് യു ഗീത. റിയലി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. മതി പ്രശംസിച്ചത്. നോ, എത്ര പ്രശംസിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ലടോ. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ് താൻ ചെയ്തത്. അതിന് തനിക്ക് എൻ്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ ബിപി? അത് പറയാം, അപ്പൊ കൂടി ഒന്ന് വന്നോട്ടെ. ആഹാ, ഇപ്പൊ എന്റെ അപ്പുകുട്ടി എന്ത് സുന്ദരിയായിരിക്കുന്നു. നോക്കൂ ഗീത, ദേ ഇങ്ങനെയുള്ള ഡ്രസ്സാണ് നിനക്ക് ശരിക്കും ഇണങ്ങുന്നത് അല്ലേ? അച്ഛൻ്റെ ഈ സമ്മാനം മോക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ഇനി എന്താ ബിപി പറയാനുണ്ടെന്ന് പറഞ്ഞ സർപ്രൈസ്? അതുകൂടെ കേക്കട്ടെ. ഇനി അത് പറയാം. കേട്ട മോളെ, ഞങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ
സ്ഥിരം പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പുണ്ട്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് സ്ഥിരമായൊരു സ്ഥലത്ത് നിന്ന് നെഗറ്റീവ് വൈബ്സ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കുക. മറ്റൊരിടത്ത് കുറച്ച് നാൾ ചെലവഴിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുക. അങ്ങനെ ചെയ്താൽ ആ സ്ഥലത്തുണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയും അവിടുന്ന് നമുക്ക് കിട്ടിയ നെഗറ്റീവ് എനർജിയും ക്യാൻസലായി പോകത്രേ. ഈ കഥയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. എങ്കിലും മനസ്സിൽ പോസിറ്റീവ് വൈബ്സ് നിറയ്ക്കാനുള്ള ഒരു ഉപായം. ഈ കഥയ്ക്ക് ഇപ്പൊ ഇവിടെ എന്താ പ്രസക്തി? പ്രസക്തിയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിക്കാൻ പോവുക. എന്നുവെച്ചാ VP എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. അതായത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്യോ? എവിടേക്ക്? VP എന്താ തമാശ പറയാ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി പോസ്റ്റ് ഓഫീസ് റോഡിൽ ഒരു NRIയുടെ വീടുണ്ട്. ഫുൾ ഫർണിഷ്ഡ് ആണ്. അയാളത് ഡെയിലി റെന്റിനും മന്ത്ലി റെന്റിനും ഒക്കെ കൊടുക്കുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഫ്രാൻസിസിന്റെ പരിചയക്കാരനാ ഈ ഹൗസ് ഓണർ. ഞാനൊരു മാസത്തേക്ക് ആ വീട് അങ്ങ് റെന്റിനെടുത്തു. വാടകയ്ക്ക് എടുത്തോ? എന്തിനാ? നമ്മൾ 3 പേർക്കും താമസിക്കാൻ, അല്ലാതെ എന്തിനാ? VP എന്തൊക്കെയാ പറയുന്നേ? നമ്മളെന്തിനാ ഈ വീടും പൂട്ടിയിട്ട് അവിടെ പോയി താമസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗീത, കുറച്ചു കാലമായി ഇവിടെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് മാറുന്നു. കുറച്ചു നാൾ അവിടെ പോയി താമസിക്കുന്നു. അവിടെ പോയ കാര്യങ്ങളെല്ലാം നേരെയാവുന്ന അച്ഛനെന്താ ഇത്ര ഉറപ്പ്? ഹേയ്, അങ്ങനെ ഉറപ്പൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ VP? എന്തിനാ വെറുതെ ഒരു ഷിഫ്റ്റിംഗ്? വെറുതെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്നേ. പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ എല്ലാവരും ഒന്ന് ഫീൽ ഫ്രഷ് ആവുമല്ലോ.